ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കൊടൈക്കനാലിലാണ്. സോ കൊടൈക്കനാലിൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഹോം സ്റ്റേയും പിന്നെ കുറച്ച് വ്യൂ പോയിന്റ്സിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പ്ലീസ് ഡു വാച്ച് മൈ വീഡിയോ. സോ ഈ ഒരു കൊടൈക്കനാൽ ട്രിപ്പ് ഒരു സഡൻ പ്ലാൻ ആയിരുന്നു. എപ്പോഴത്തെയും പോലെ ഞാൻ ഊട്ടിയൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും കൊടൈക്കനാലിൽ ഫസ്റ്റ് ടൈമാണ്. പക്ഷേ എനിക്കൊരു എവിടെയൊക്കെയോ ഊട്ടിയുടെ ടച്ച് തോന്നിയിട്ടുണ്ട്. കൊടൈക്കനാലിൻ്റെ പാസ് എടുത്തിട്ട് ഒന്നങ്ങ് കയറിയതുള്ളൂ ഈ റൂട്ടിലോട്ട്. എന്ത് അടിപൊളി വ്യൂ എന്നറിയാവോ. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മളിപ്പം പോകുന്ന പ്രോപ്പർട്ടിയുടെ പേര് ക്ലസ്റ്റർ ഹൗസാണ്. നമ്മുടെ ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടിയാണ്. സോ ഞാൻ പ്രോപ്പർട്ടിയുടെ വീഡിയോ ഇതിലിടുന്നതായിരിക്കും. പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, ഈ റോഡൊക്കെ നിങ്ങൾ കുറച്ച് സ്പീഡൊക്കെ കുറച്ച് നോക്കി ഓട്ടിക്കുക. ബിക്കോസ് വണ്ടികളൊക്കെ ഭയങ്കര സ്പീഡിലാണ് വരുന്നത്. പിന്നെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും നേച്ചറിനെ പറ്റി കുറച്ച് എക്സ്ട്രാ കൂടുതൽ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നേച്ചർ ഈസ് ഓൾവേസ് നേച്ചർ. അതിനെ നമ്മൾ എന്താ പറയുക, പൊക്കി പറയുന്നല്ലോ. സോ നേച്ചർ ഈസ് ബിൽഡ് ഫോർ ഇറ്റ്. എനിവേസ് നമ്മൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി, അതുകൊണ്ട് നമ്മൾ എത്താനും ലേറ്റായി. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഹെയർ പിൻസ് കയറുമ്പോൾ കുറേ ടൈം എടുക്കുമല്ലോ. റോഡ് നല്ലതാണെങ്കിൽ പോലും ക്രോസ് റോഡൊക്കെ ആയതുകൊണ്ട് കുറച്ച് ടൈം എടുത്തു. നമ്മൾ പോകുന്ന റൂട്ടിൽ ഒരുപാട് സേവ് വൈൽഡ് ലൈഫിൻ്റെ പോസ്റ്റേഴ്സും ബോർഡൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് താഴെ കുറച്ച് ക്യാച്ച് ആയിട്ടുള്ള വേർഡിങ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ നമുക്ക് തോന്നും, ഓക്കെ ഇത് നമുക്ക് ചെയ്യാൻ പാടില്ല, നമ്മൾ ചെയ്യില്ല, എന്നാലും നമുക്ക് കുറച്ചും കൂടെ അലേർട്ടാവും. ഞാനിത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ബോർഡ് വെച്ചിട്ട് പോലും ആൾക്കാർ മങ്കിക്ക് ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതും മങ്കിക്ക് ഫീഡ് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? പ്ലാസ്റ്റിക് പാക്കറ്റ്സിലെ ചിപ്സ്. ഒരു ബേസിക് സിവിക് സെൻസ് ഉള്ള ആൾക്കാർ വിൽ നെവർ ഡു ഇറ്റ്. എനിവേസ് ഈ വാട്ടർഫോള് നേരിട്ട് കാണാൻ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന റൂട്ടിൽ അടിപൊളി വ്യൂ കണ്ടുകൊണ്ടാണ് നമ്മൾ പോയത്. നിങ്ങൾ ആരെങ്കിലും സ്ട്രേഞ്ചർ തിങ്സ് കണ്ടിട്ടുണ്ടോ? സ്ട്രേഞ്ചർ തിങ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈ സ്കൈ വ്യൂവിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്തായാലും ഞാനിപ്പോൾ സീരീസിനെ പറ്റിയുള്ള ടോപ്പിക് എടുത്തു. ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങൾ സ്ട്രേഞ്ചർ തിങ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണ്? ജസ്റ്റ് കമൻറ്റ് ബിലോ. ആൻഡ് ആർ യു ഗൈസ് എക്സൈറ്റഡ് അബൌട്ട് ദ ലാസ്റ്റ് വോള്യൂം? യെസ്, ഓഫ് കോഴ്സ് യെസ്, റൈറ്റ്. കാണാത്തവരുണ്ടെങ്കിൽ ഐ വുഡ് റെക്കമെൻഡ് യു ഗൈസ് ടു വാച്ച് ബിക്കോസ് ഐ ഹോപ്പ് യു വിൽ ലൈക്ക് ഇറ്റ് ടു. ഓക്കെ, ലെറ്റ്സ് ഗോ ബാക്ക് ടു കൊടൈക്കനാൽ. സോ നമ്മളൊരു വീക്കെൻഡാണ് പോയത്. സോ ഓഫ് കോഴ്സ് നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന പോലെ വീക്കെൻഡ് ആകുമ്പം എന്തായാലും ക്രൗഡഡ് അല്ലേ? സോ യെസ്, ഇറ്റ് വാസ് ക്രൗഡഡ്. നമ്മൾ പോയ സമയത്ത് ഒരുപാട് സ്കൂൾ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. സ്കൂൾ ട്രിപ്പൊക്കെ അല്ലേ, പിള്ളേർ എൻജോയ് ചെയ്യട്ടെ. സോ അങ്ങനെ ലോങ് ഡ്രൈവ് കഴിഞ്ഞ് നമ്മൾ റൂമിലോട്ട് എത്തി. ഇതായിരുന്നു നമ്മൾ 2 ദിവസം സ്റ്റേ ചെയ്ത പ്രോപ്പർട്ടി. പിന്നെ എനിക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ളത്, നമ്മൾ നിന്ന പ്രോപ്പർട്ടിയിൽ നിന്ന് സൈറ്റ് സീയിങ്ങിലോട്ട് ഒരു 4-5 കിലോമീറ്റേഴ്സ് റേഞ്ചിലേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നു. ഇൻ കേസ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ലെറ്റ് മീ ടേക്ക് യു ഓൺ എ ക്വിക്ക് ഹോം ടൂർ. സോ ഇതാണ് എൻട്രൻസ്. നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് വിശാലമായിട്ടുള്ള ലിവിംഗ് റൂം കാണാം. പിന്നെ TV, സോഫ, ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നവംബർ എൻഡിലാണ് പോയത്. സോ എക്സ്ട്രീം കോൾഡ് ആയിരുന്നു നൈറ്റ് ടൈമിൽ. പക്ഷേ പ്രോപ്പർട്ടി ഹാസ് എ ബ്യൂട്ടിഫുൾ ബോൺഫയർ ഏരിയ, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. സോ ഈ ഒരു പ്രോപ്പർട്ടിക്ക് 2 ബെഡ്റൂമാണുള്ളത്. സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് ബെഡ്റൂം. ഇവിടെയും കോസി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഹോൾ പ്രോപ്പർട്ടി ഒരു വൈറ്റ് തീമിലായിരുന്നു. ഔട്ട്സൈഡ് അല്ല, ഇൻസൈഡ് ഒരു വൈറ്റ് തീമിലായിരുന്നു ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇത് സെക്കൻഡ് ബെഡ്റൂം. നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. ഓഫ് കോഴ്സ് നമ്മൾ ആർക്കും വെക്കേഷൻ ടൈമിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമല്ല. ബട്ട് ദെൻ ഇനിയിപ്പോൾ എഡിറ്റിംഗ് വല്ലതും ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ വൈറ്റ് തീമിലെ കബേർഡ്സ്, ഫുൾ ലെങ്ത് മിറർ, പിന്നെ വാഷ്റൂം നീറ്റായിരുന്നു. പിന്നെ ഹീറ്ററുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഹോട്ട് വാട്ടറിൻ്റെ നീഡ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ വന്നാൽ ഹോട്ട് വാട്ടർ ആയിരിക്കും നമ്മൾ ഷവർ ചെയ്യുക. പിന്നെ ഇതായിരുന്നു നമ്മുടെ ഡൈനിങ് ഏരിയയും നൈസ്ലി അറേഞ്ച്. ഹോം ലൈറ്റും ഫ്രെയിംസും കൊടുത്തിട്ട് എവറിത്തിങ് വാസ് വെൽ ഓർഗനൈസ്ഡ്. നമ്മൾ എന്തായാലും ഫ്രണ്ട്സായിട്ട് സ്റ്റേ ചെയ്യണമെങ്കിൽ, നമുക്ക് കുക്ക് ചെയ്യണം, നമുക്ക് ഔട്ട്സൈഡ് ഫുഡ് വേണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിച്ചണുണ്ട്. കിച്ചണിൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കാം. പിന്നെ മസാലാസൊക്കെ നിങ്ങൾ തന്നെ കൊണ്ടുവരണം. നമുക്ക് അവിടുത്തെ കെയർ ടേക്കർ അവരുടെ കയ്യിലുള്ള മസാലാസ് തന്നിട്ടുണ്ടായിരുന്നു. സോ ഇത് ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഇൻ കേസ് നിങ്ങൾ വരികയാണെങ്കിൽ മസാലാസ് ഒന്ന് കരുതി കയ്യിൽ വെച്ചിരിക്കുക. സോ ഇനി നിങ്ങൾ പുറത്തോട്ട് വന്നാൽ ഇവിടെ ഒരു ചെറിയ ലോൺ ഉണ്ട്, പിന്നെ ഒരു ഹാമിക് ഉണ്ട്. സോ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാം. സോ നമ്മൾ രാവിലെ തന്നെ ഒരു കട്ടൻ കുടിച്ചിട്ടാണ് നമ്മൾ Day 2 സ്റ്റാർട്ട് ചെയ്തത്. ആസ് യു സീ, ഇറ്റ് വാസ് എ ക്ലൗഡി ഡേ.
അപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് നമ്മൾ ഈ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, നമ്മൾ ലഞ്ചാണ് കഴിക്കാൻ വേണ്ടി പോയതെന്ന് തോന്നുന്നു. നമ്മൾ ഗൂഗിളിൽ റിവ്യൂ ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് ആ പ്ലേസ് പോയത്. ആൻഡ് ഹോണസ്റ്റ്ലി ഇറ്റ് വാസ് എ റിയലി ഗുഡ് പ്ലേസ്. ഇപ്പോൾ നമ്മൾ കഴിക്കാൻ പോകുന്നത് ബിരിയാണിയാണ്. ആൻഡ് ഐ ക്യാൻ ഈറ്റ് ബിരിയാണി 3 times a day. പിന്നെ എൻ്റെ കൂടെ ഉള്ളവർ മോശമൊന്നുമല്ല കേട്ടോ. ദേ ഓൾ ആർ ബിരിയാണി ലവേഴ്സ്. ആൻഡ് വാട്ട്സ് ഡിഫറെൻ്റ് എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് ഹാവ് എൻ ആൻസർ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ ബിരിയാണി സെർവ് ചെയ്തത് ബനാന ലീഫിലാണ്. പിന്നെ നമുക്ക് ആദ്യം കുറച്ച് സലാഡ്സ് തരും. പിന്നെ സലാഡ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ കൂടുതൽ ഓണിയൻസ് ആണ് അതിൽ ആഡ് ചെയ്യുന്നത്. പിന്നെ ഒരു സ്വീറ്റ് തന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ആയിരുന്നു. പിന്നെ നിങ്ങൾ ഈ ടേബിളിൻ്റെ മുകളിൽ ഇരിക്കുന്ന 3 ഗ്ലാസ് ശ്രദ്ധിച്ചോ? ഇത് ആക്ച്വലി മഡ് ഗ്ലാസ് ആണ്. ഈ ഗ്ലാസ്സിൽ അവർ നല്ല ചൂടുള്ള വെള്ളമാണ് കൊണ്ടുവന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് നല്ല കോൾഡായി. ഓക്കെ, ഇനി നമുക്ക് ബിരിയാണി കഴിച്ചാലോ? നമുക്ക് ബിരിയാണി ഇങ്ങനെയാണ് സെർവ് ചെയ്തത്, കണ്ടോ? നല്ല വിശപ്പുള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു ബിരിയാണി ഒരാൾക്ക് ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റും. പക്ഷേ എനിക്ക് ഈ ബിരിയാണി ഫുൾ കഴിക്കാൻ പറ്റിയില്ല. ബിക്കോസ് ഇവർ റൈസ് അതിനകത്ത് സ്റ്റഫ് ചെയ്ത് വച്ചിരിക്കുന്നതുകൊണ്ടായിരിക്കാം ഐ ഫെൽറ്റ് ലിറ്റിൽ ഹെവി. പിന്നെ നമ്മൾ നത്തോലി ഫ്രൈയും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മട്ടൻ്റെ ഒരു സുക്ക കൈൻഡ് ഓഫ് തിങ് എന്തോ മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ അതും കൊള്ളായിരുന്നു. ഓക്കെ, ഹൗ ഇസ് ദ ബിരിയാണി? Awesome. ആൻഡ് യെസ്, ബിരിയാണി വാസ് ടേസ്റ്റി. സോ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വന്നിട്ട് കോക്കേഴ്സ് വാക്ക് ആയിരുന്നു. സോ ഇവിടെ നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട്. ബട്ട് ഐ ഫെൽ ലിറ്റിൽ ഡേഞ്ചറസ്. എന്താണെന്ന് വെച്ചാൽ അവിടെ ഫെൻസ് ഫുള്ളായിട്ട് ചെയ്തിട്ടില്ല, കുറച്ച് ഏരിയ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അവിടെ വർക്കേഴ്സ് ഫെൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് ടൈം പോകുമ്പോഴും ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കാം. പിന്നെ നമ്മൾ കോക്കേഴ്സ് വാക്ക് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലോട്ടാണ് പോയത്. റൂമിലോട്ടൊന്ന് പോയിട്ടാണ് നമ്മൾ വേറെ ഡെസ്റ്റിനേഷനിലോട്ട് പോയത്. ഈ ഉച്ച സമയത്ത് തന്നെ ഈ ഒരു ക്ലൈമറ്റാണ്. സണ്ണൊക്കെ ഇടയ്ക്ക് വന്നിട്ട് ഹായ് പറഞ്ഞിട്ട് പോയി എന്നല്ലാതെ ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു, തണുപ്പുണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് എ പെർഫെക്റ്റ് വെദർ ഓൾ അറൗണ്ട്. സോ ഹിയർ കംസ്, ഇതാണ് ഞാൻ പറഞ്ഞ ആ ബ്യൂട്ടിഫുൾ ബോൺഫയർ ഏരിയ. പിന്നെ നൈറ്റ് ടൈമിൽ ഇതൊരു റിലീഫ് ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് സച്ച് എ നൈസ് പ്ലേസ് ടു സിറ്റ് ആൻഡ് ടോക്ക്. സോ അവർ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഇസ് ഗുനാ കേവ്. ഗുനാ കേവിൽ ഞാൻ പറയാം ആ സ്റ്റോറി ഐ മസ്റ്റ് സേ. പിന്നെ ഇവിടെ ഒരു ഗ്രീൻ വാലി വ്യൂ ഉണ്ട്. ഏർലിയർ ദ നെയിം വാസ് സൂസൈഡ് പോയിന്റ്. പിന്നെ അത് ചേഞ്ച് ചെയ്തിട്ട് ഗ്രീൻ വാലി വ്യൂ ആക്കി. സോ അങ്ങനെ നമ്മൾ ഗുനാ കേവ് എത്തി. ഇതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. ഒരിക്കലും ഗുനാ കേവ് വീക്കെൻഡ് വിസിറ്റ് ചെയ്യരുത്. ഇറ്റ് വാസ് സോ ക്രൗഡഡ്. നമുക്ക് അവിടെ സ്റ്റെപ്പിങ് ചെയ്യാൻ കുറച്ച് പ്ലേസ് ഉണ്ട് നടന്ന് പോകാനൊക്കെ. അല്ലാതെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫുൾ അവിടെ ആൾക്കാരായിരുന്നു. ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ആൻഡ് ഓഫ് കോഴ്സ് മഞ്ജുമൽ ബോയ്സിൻ്റെ ഹൈപ്പും ഉണ്ടല്ലോ. എല്ലാവരും പണ്ടത്തെക്കാളും കൂടുതൽ വിസിറ്റ് ചെയ്യുന്നൊരു പ്ലേസ് അല്ലേ. സോ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഡെവിൾസ് കിച്ചൻ്റെ ആ ഒരു ഏരിയ വരുന്നത്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയില്ല. ആൻഡ് മോസ്റ്റ് ഓഫ് ദം വർ സ്റ്റുഡൻസ്. അപ്പോൾ അവരുടെ സ്കൂൾ ട്രിപ്പ് ആയിരുന്നു. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുക, ബിക്കോസ് ഹി ഈസ് വാച്ചിങ്. സോ അങ്ങനെ നമ്മൾ ഗുനാ കേവ് പുറത്തുനിന്ന് കണ്ടിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോയത്. ആൻഡ് പുറത്ത് പോകുമ്പോൾ ഉള്ള ക്രൗഡും കൂടെ ഞാൻ കാണിച്ചു തരാം. അവിടെ കാർ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം തിരക്കുണ്ടായിരുന്നു എന്ന്. സോ നിങ്ങൾ വീക്കെൻഡ്സ് വരാതിരിക്കാൻ നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഷ്യൻസ് വേണം. സോ നമ്മൾ ഗുനാ കേവിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നെക്സ്റ്റ് പോയത് മൊയർ പോയിന്റിലോട്ടാണ്. So Moyer Point was earlier known as 4 Mile Road, and it was named after St. Thomas Moyer. And also this place offers amazing views of the valleys. Also people say Moyer Point is a slice of heaven on earth. So നമ്മൾ ഗുനാ കേവ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടാണ് വന്നത്. വൺ ഡേ ആയതുകൊണ്ട് നമ്മൾ ഈ പോയിന്റും നമ്മൾ എന്തായാലും കണ്ടുകൊണ്ടായിരിക്കും പോവുക. സോ എനിവേ ഇറ്റ്സ് എ പിറ്റ് സ്റ്റോപ്പ്. സോ ഈ ഒരു വ്യൂ നിങ്ങൾ മിസ് ചെയ്യരുത്. ആൻഡ് ദിസ് വാസ് എ ഷോപ്പ്. ആക്ച്വലി ഞാൻ അത് വീഡിയോ എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ അയാൾ ലൈറ്റ് ഓഫ് ചെയ്തു. മേ ബി ഞാൻ അയാളുടെ ഷോപ്പിൻ്റെ വീഡിയോ എടുക്കുന്നതുകൊണ്ടായിരിക്കാം. ബട്ട് ഞാൻ അപ്പോഴേക്കും വീഡിയോ എടുത്തു. പിന്നെ ഇതിനെ ലൈറ്റ് ഓഫ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ നമ്മൾ അപ്പറിലേക്ക് വ്യൂ പോകാനിരുന്നതല്ല, നമ്മൾ പക്ഷേ പോവേണ്ടി വന്നു. ബിക്കോസ് നമ്മൾ ആ ഒരു പ്ലേസിൽ തന്നെ നമ്മൾ 3-4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. സോ വി ഡിസൈഡഡ് ടു ചെക്ക് ദ വ്യൂ പോയിന്റ്. ഇതായിരുന്നു അപ്പർ ലേക്ക് വ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. പാർട്ട് 2 is coming soon. And don't forget to like, share and subscribe.